ഹലോ ഡിയേഴ്സ്, നമുക്കിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടായ നാരങ്ങയാണ് കേട്ടോ ഇത്. അത് വെച്ച് വെള്ള നാരങ്ങ അച്ചാറിടാവേ. കാന്താരി നാരങ്ങ അച്ചാറെന്നും പറയുവേ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ വെള്ള നാരങ്ങ. കാണാനും നല്ല രസമാണ്, എന്നാലും ടേസ്റ്റും അതുപോലെ ആയിരിക്കും. മറ്റേ മുളക് പൊടി ഇടുന്നതിനേക്കാളും ടേസ്റ്റ് ഇത് കേട്ടോ. ഇത് നല്ല മുള്ളാണ്. ഞാൻ ഒരുപാട് പണിപ്പെട്ടാണ് ഇത് പിച്ചുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് പിച്ചി അങ്ങോട്ട് വിട്ട് കഴിയുമ്പോൾ ബാക്കിയുള്ള മുള്ളെല്ലാം വന്ന് നമ്മുടെ ദേഹത്ത് കൊണ്ട് കയറും. നല്ല വേദനയാണ് ഇത് കൊണ്ട് കഴിഞ്ഞാൽ. നമ്മൾ അപ്പോഴൊന്നും അറിയത്തില്ല. നമ്മൾ കുളിക്കാൻ നേരത്ത് ദേഹത്ത് വെള്ളം വീഴുമ്പോൾ നല്ല നീറ്റലായിട്ടോ. പിന്നെ ഈ നാരങ്ങയ്ക്ക് തൊലിക്ക് നല്ല കട്ടിയായിട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതി ഒരു 10-20 മിനിറ്റ് ആവി കയറ്റുമ്പോഴത്തേക്ക് ആ തൊലിയൊക്കെ പൊട്ടി വന്നില്ലേ, അതുപോലെ പൊട്ടി വരുവേ. നമുക്ക് ഇതിനകത്ത് എന്നിട്ട് നല്ല രീതിയിൽ ഉപ്പും ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുകയെ. എന്നിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാടൻ കാന്താരി മുളകെല്ലാം പിച്ചി നല്ല രീതിയിൽ ചതച്ചെടുത്ത് കേട്ടോ. എന്നിട്ട് നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഞാൻ ആദ്യം എടുത്ത് വെച്ചത്. ആദ്യം തന്നെ നമ്മൾ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഈ കായ നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കി അങ്ങ് മാറ്റി വയ്ക്കുകയെ. അതിന് ശേഷം കടുക് ഇടും. അതിനകത്ത് കടുക് പൊട്ടുമ്പോൾ നമ്മൾ പതുക്കെ ഉലുവ ഇട്ട് കൊടുക്കുകയെ. അതിനകത്ത് തന്നെ പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ഇടും. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ കാന്താരി കേട്ടോ. അത് നല്ല രീതിയിൽ ചതച്ച് ഒന്ന് മൂത്ത് വരാറാകുമ്പോഴത്തേക്ക് നമുക്ക് ആ കായമില്ലേ, നമ്മൾ മാറ്റി വെച്ച കായം, അതുകൂടി ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്താട്ടെ. വേറൊന്നുമല്ല, പതുക്കെ കൊണ്ട് അത് മെൽറ്റായി എല്ലാത്തിനകത്തൊന്ന് പിടിക്കുമല്ലോ. പിന്നെ ഈ ഉപ്പ് അരിഞ്ഞ് വെച്ച് ഈ സംഭവം ഇല്ലേ, ഇതോ നമ്മൾ കുറച്ച് ദിവസമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആവിയേറ്റി നമ്മൾ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ നീളത്തിലായിട്ടോ ഞാൻ മുറിച്ചൊരു 2 ദിവസമൊക്കെ ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ട് വെക്കാമെങ്കിൽ ഇച്ചിരി കൂടി ടേസ്റ്റ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊലി നല്ല രീതിയിൽ അങ്ങ് കട്ടി കുറഞ്ഞില്ലേ. അപ്പോൾ ഈ ഉപ്പും നാരങ്ങ നീരുമൊക്കെ നല്ല രീതിയിൽ പിടിക്കുകയെ. എന്നിട്ട് നമുക്ക് ഇച്ചിരി ഇതായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് നാരങ്ങ തട്ടി കൊടുത്തിട്ട് ഇതിപ്പോൾ 2 ദിവസം ഞാൻ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചത് കൊണ്ടാണ് ഇച്ചിരി നല്ല വെള്ളത്തിൻ്റെ രീതിയിലുണ്ടേ. എന്നിട്ട് നമുക്കിതെല്ലാം മിക്സ് ചെയ്തെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടയാത്ത രീതി. ഇത് നാരങ്ങ പെട്ടെന്ന് ചിലപ്പോൾ ഉടഞ്ഞു പോകുന്നൊരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇച്ചിരി വിനാഗിരി, ഇത് കേടാകാതിരിക്കാൻ വിനാഗിരി ഓപ്ഷണലാണ്, എന്നാലും പിന്നെ കേടാവണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഇച്ചിരി വിനാഗിരിയൊക്കെ ഒഴിച്ച് നമുക്ക് എല്ലായിടത്തും ഒന്ന് എത്തിക്കണം, ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇത് കാന്താരി ആയതുകൊണ്ട് നല്ല എരിയായിരിക്കും, പക്ഷേ എന്താ നല്ല കളറ്. ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തില്ല. ഈ നാരങ്ങയ്ക്ക് ഓൾറെഡി ഉള്ള ആ കളറ് കൊണ്ടാണ് ഈ ഒരു നിറം തോന്നിക്കുന്നത്. പിന്നെ ഞാനൊരു ഇച്ചിരി ഉപ്പും പിന്നെ പഞ്ചസാരയും ഞാൻ ആഡ് ചെയ്തു, ഉപ്പ് നോക്കിയിട്ട് കുറവായതുകൊണ്ട്. ഇത് നമുക്കൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അപ്പം ഈ എക്സ്ട്രാ ഉള്ള ജ്യൂസ് അല്ലെങ്കിൽ നാരങ്ങയ്ക്കകത്തോട്ട് തന്നെ അരപ്പായിട്ട് പിടിക്കുവേ. നമ്മൾ വിനാഗിരി ഒഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേടാകാതിരിക്കാനാണ്. അത് ഓപ്ഷണലാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ വീട്ടിൽ പിടിച്ച നാരങ്ങ ആയതുകൊണ്ട് തന്നെ നല്ല കയ്പുണ്ട്. നമ്മളിത് പുഴുങ്ങിയതും അതുകൊണ്ടാണ്, അതുപോലെ കുറച്ച് ദിവസം അരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചതും അതുകൊണ്ടാണ്. അതുപോലെ നമുക്കിത് തണുത്ത് കഴിഞ്ഞൊരു കണ്ടെയ്നറിലാക്കി വെക്കാം. ഏറ്റവും നല്ലത് ഗ്ലാസ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്നതാണ്. അത് നല്ല ഡ്രൈയും ആയിരിക്കണം. പിന്നെ നമ്മൾ അച്ചാറെടുക്കുമ്പോഴും സ്പൂണും അതുപോലെ തന്നെ നമ്മളുടെ കൈകളും നല്ല ഡ്രൈ ആയിരിക്കണേ. അപ്പോൾ നമ്മളിത് അച്ചാറിട്ടൊരു 1 വീക്ക് കഴിഞ്ഞ് എടുക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇച്ചിരിയും കൂടി നമുക്ക് ഇഷ്ടപ്പെടുക. അപ്പോൾ ശരി, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയേ. ബൈ.